പരിശുദ്ധാത്മ അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അത് നമ്മെ സ്വയം മഹത്വപ്പെടുത്തുന്നതല്ല, അത് സ്വയം പുകഴ്ചയുടെ ജീവിതമല്ല. പരിശുദ്ധാത്മ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ എവിടെയായിരുന്നാലും, നമ്മൾ ആരായിരുന്നാലും കർത്താവിനെ എപ്പോഴും ഉയർത്തുന്ന, നമ്മുടെ കർത്താവിനെ നിരന്തരം മഹത്വപ്പെടുത്തുന്ന ജീവിതമാണ് ജീവനദിയുടെ അനുഭവം. ഹല്ലേലൂയ. സെൽഫ് ഗ്ലോറി അല്ല പ്രിയപ്പെട്ടവരെ, സ്വയം പ്രദർശനമില്ല, സ്വയം മഹത്വപ്പെടുത്തലില്ല, സ്വയം പുകഴ്ചയില്ല. എപ്പോഴും കർത്താവിനെ ഉയർത്തുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ, ഈ സ്വയം പുകഴ്ത്തുന്നതും സ്വയം മഹത്വപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവിന്റെ അനുഭവമല്ല, അത് യഥാർത്ഥ ആത്മീയതയല്ല. നമ്മൾ ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന, പലരും പറയാറുണ്ട്, ആദ്യ നാളുകളിലെ ധ്യാനം കൂടുമ്പോൾ, കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായതുപോലുള്ള ആഴമേറിയ മാനസാന്തരങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്നില്ല. ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നില്ല, ജീവിതങ്ങൾ കർത്താവിന്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല, വ്യക്തി ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുന്നില്ല, നമ്മുടെ കുടുംബങ്ങളെ, ദേശങ്ങളെ, ലോകരാജ്യങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശി അടിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന് ശക്തി ചോർന്നു പോയിട്ടാണോ? അല്ല സഹോദരങ്ങളെ. എന്താ കാരണം? നമ്മുടെ ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ, ആത്മീയ മണ്ഡലത്തിൽ ഒരു വലിയ അപജയം സംഭവിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഇന്ന് അവിടെ നടക്കുന്നത് ഈ സ്വയം പുകഴ്ചയാണ്, സ്വയം മഹത്വീകരണമാണ്. പലപ്പോഴും പലതരത്തിലുള്ള ഈ സെക്യുലർ വേൾഡിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള മാർക്കറ്റിങ്ങും ഇമേജ് ക്രിയേഷനും സെൽഫ് പ്രൊമോഷനും ഒക്കെ നമ്മൾ അറിയാതെ ഇന്ന് നമ്മുടെ ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വന്നുപെട്ടത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മങ്ങിപ്പോയി. പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് തണുത്ത് പോയി. നമ്മൾ ഘോരഘോരം വചനം പ്രഘോഷിക്കുന്നുണ്ടെങ്കിലും അത് ജീവിതങ്ങളെ തൊടുന്നില്ല, അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നില്ല. എന്താണ് കാരണം? വചനത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഹോളി സ്പിരിറ്റിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നു. നമ്മൾ സുവിശേഷങ്ങൾ എടുത്ത് നോക്ക് സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എപ്പോഴും ഒരിക്കലും തന്നെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് കർത്താവായ യേശുവിനെ കുറിച്ച് മാത്രമാണ്. ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ, അവൻ എന്നെ മഹത്വപ്പെടുത്തും, അവൻ എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ കർത്താവിനെ മഹത്വപ്പെടുത്തലാണ്. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുന്ന, ജീവനദിയുടെ അനുഭവത്തിൽ വളരുവാൻ, ഉയരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിനെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാനുള്ള വെമ്പൽ, കൊതി നമുക്കുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ലേ, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 31-ാം വചനത്തിൽ എന്താണ് സെന്റ് പോൾ പറയുന്നത്? നിങ്ങൾ ഭക്ഷിച്ചാലും പാനം ചെയ്താലും, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവീൻ. ഹല്ലേലൂയ. അതിലൂടെയെല്ലാം കർത്താവ് മഹത്വപ്പെടട്ടെ, കർത്താവ് മഹത്വപ്പെടട്ടെ. നമ്മൾ എന്ത് ചെയ്താലും, നമ്മളൊരു ജോലി ചെയ്താലും, നമ്മൾ ബിസിനസ് ചെയ്താലും, നമ്മൾ പഠിച്ചാലും, നമ്മൾ പ്രാർത്ഥിച്ചാലും, വചനം പ്രഘോഷിച്ചാലും, നമ്മൾ സുന്ദരമായൊരു വീട് പണിതാലും, നല്ലൊരു കാറ് വാങ്ങിയാലും, നമ്മൾ ഡോക്ടർ ആയാലും, എഞ്ചിനീയർ ആയാലും, വക്കീലായാലും, ടീച്ചറായാലും, ഈ ലോകത്തിലെ ഏതൊക്കെ പദവികൾ അലങ്കരിക്കുന്നവരാണെങ്കിലും അതിലൂടെ എല്ലാം നമ്മുടെ കർത്താവ് മഹത്വപ്പെടണം, നമ്മുടെ കർത്താവ് ഉയർത്തപ്പെടണം. ഇതാണ് പരിശുദ്ധാത്മ അനുഭവം, ഇതാണ് ജീവനദിയുടെ അനുഭവം. പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഇത് സാധിക്കൂ. സ്വയം പ്രദർശനങ്ങൾ, സ്വയം മഹത്വീകരണം, അത് പരിശുദ്ധാത്മാവിന്റെ ജീവിതമല്ല.